പുതിയ സബ് ഇൻസ്പെക്ടർ വന്നപ്പം താമസിക്കാൻ വീട് കിട്ടുന്നില്ല. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ പോകും, സാറിന് താമസിക്കാൻ വീട് തരാം, കാരണം പേടിയുണ്ടെന്ന് ചോദിച്ചു. അതെന്താ? ഒരു പെൺകുട്ടി മരിച്ച ഒരു വീടാണ്, അനാഥമായിട്ട് കിടക്കാൻ. അത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കസ്റ്റഡിയിലാണ്. സാറിനോട് താമസിക്കാൻ തരുള്ളൂ. അയാളോട് എനിക്ക് കിട്ടുന്ന വിശ്വാസത്തിൽ ഞാൻ താമസിച്ചത്. ഞാൻ എസ് ഐ കയറി താമസിച്ച രാത്രി ഒരു 11:12 ആയപ്പോഴത്തേന് അടച്ചിട്ട് മുറിയിൽ ഇയാളെന്ത് വായിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി മുറിക്കകത്ത് വെളുത്ത സാരിയൊക്കെ കൊടുത്തു. അതിൽ വെച്ച് നീ എങ്ങനെ ഇതിനകത്ത് നീ മുറിയെല്ലാം പൊട്ടിരിക്കുകയില്ല. ഞാനൊരു പറ്റപ്പെട്ട പെൺകുട്ടിയാണ്, എൻ്റെ ആത്മാവാണ്, അങ്ങ് ഈ കേസ് തെളിയിക്കണം. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് അമ്മ വീട്ടിൽ വന്നത്. എൻ്റെ സ്വർണ്ണം വേണമെന്ന് സമ്മതിച്ചില്ല, കൊടുക്കത്തില്ല, കല്യാണം കഴിച്ചിട്ടില്ല. എങ്ങനെ എൻ്റെ കല്യാണം കഴിച്ചെന്താണ്? അങ്ങനെ എന്നെ കൊന്നിട്ട് അവൻ്റെ അടുത്തൊന്ന് പോയി. അപ്പം എന്നെ അടക്കിയിരിക്കുന്ന സ്ഥലം നാട്ടി ഈ അടുക്കളയുടെ ഇപ്പുറത്തന്നെ അടക്കിയിട്ടുണ്ട്. എൻ്റെ സ്വർണ്ണം പകുതി അവൻ കൊണ്ടുപോയി, പകുതി ഈ മരത്തിൻ്റെ ചുറ്റി കിടപ്പുണ്ട്. അവൻ്റെ അഡ്രസ്സ് എനിക്കറിയാം. ഞാൻ ആ അഡ്രസ്സ് എഴുതുന്നുണ്ടായിരുന്നു. അഡ്രസ്സ് എസ് ഐ കൊടുത്തു. എസ് ഐ പോയിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എസ് ഐ മജിസ്ട്രേറ്റിന് ലെറ്റർ കൊടുത്തു. ഈ ശവം കിടക്കുന്ന ഇന്ന സ്ഥലത്താണ്, ഗോൾഡ് ഇന്ന സ്ഥലത്ത്. അങ്ങനെ എസ് ഐയുടെ സ്ഥാനത്ത് മജിസ്ട്രേറ്റിന്റെ സ്ഥാനത്ത് ഈ 27 റിക്കവർ നടത്തി അവനെ ശിക്ഷിച്ചു. ഈ കേസ് CBI അവിടെ CBI ഡൈജസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ജയം ടോക്സിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വളരെയേറെ പരിചയമുള്ള വ്യക്തിയാണ്. ഒട്ടേറെ പ്രഭാഷണങ്ങളിലും ഒട്ടേറെ അഭിമുഖങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാണാത്ത ഒരാളായി അദ്ദേഹത്തെ ഇന്ന് ഈ ചർച്ചയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, റിട്ടയർഡ് DGP. താങ്കളെ ഞാൻ ആദ്യം കാണുന്നത് ഏകദേശം 30 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി ഓഫീസിൽ, എനിക്കത് ജെയിംസ് ജോസഫ് ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കുന്നു. അവിടെ വെച്ച് അന്ന് അദ്ദേഹം വളരെ യങ്ങായിരുന്നു. തലയിൽ നിറയെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ വന്നത് എൻ്റെ ഓർമ്മ PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ. അപ്പോൾ ഞാനന്ന് ചോദിച്ചു, ഒരു പോലീസ് ഓഫീസർ IPS ഉദ്യോഗസ്ഥനായ താങ്കൾ എന്തിനാണ് ഈ PhD ഒക്കെ എടുക്കുന്നതെന്ന്. അപ്പം താങ്കൾ പറഞ്ഞു, PhD മാത്രമല്ല, ഞാൻ MAക്കും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഇതിനകം തന്നെ 4 MA എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഒരു പോലീസ് ഓഫീസർക്ക് ഇത്രയേറെ MAയും ഈ PhDയും ഒക്കെ, ഒന്നിലേറെ PhDയും താങ്കൾക്കുണ്ട്, എന്തിനാണ് ഇത്രയേറെ PhD MA ഒക്കെ? ഇതുകൊണ്ട് എന്താണ് നേടുന്നത്? ഒരു PhD, കാരണം ഒരു ഡോക്ടറേറ്റ് വെക്കാൻ പറ്റുള്ളൂ. 4 തവണ ഡോക്ടറേറ്റ് എടുത്താലും ഡോ എന്ന് വെക്കാൻ പറ്റത്തില്ല, 4 MAയും വെക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഇങ്ങനെ? ഇത് പഠനത്തിലുള്ള സന്തോഷമാണോ അതോ വിജ്ഞാനത്തോടുള്ള ദാഹമാണോ? അതായത് എനിക്ക് പരീക്ഷ എഴുതുന്ന ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന പോലൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫാദർ ഹൈസ്കൂൾ മാസ്റ്റർ. അദ്ദേഹം BSc BEd കഴിഞ്ഞിട്ട് MAക്ക് രജിസ്റ്റർ ചെയ്തു. പക്ഷേ അദ്ദേഹം ഒരു ബോർഡ് ഉണ്ടാക്കി വീടിന് മുമ്പിൽ വെക്കാൻ വേണ്ടി, PT ജേക്കബ് BA BEd MA എന്ന്. പക്ഷേ അദ്ദേഹം MA കംപ്ലീറ്റ് ചെയ്തിട്ട് മരിച്ചുപോയി. എനിക്ക് 16 വയസ്സിൽ, ഞാൻ +1 പഠിക്കുമ്പോൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു MA എടുക്കാനായിട്ട്. പക്ഷെ ആരോഗ്യപരമായ കാരണത്താൽ അത് എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പോയി, 30ാമത്തെ റാങ്ക് കിട്ടി. പക്ഷെ 24 റാങ്ക് വരെ എടുത്തുള്ളൂ, SI കിട്ടിയില്ല. അപ്പൊ ഇത് ഇദ്ദേഹം ഇങ്ങനെ പലപ്പോഴും ദുഃഖകരമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഹൈസ്കൂൾ മാസ്റ്ററാണ്. SI ആയി കഴിഞ്ഞാൽ അവർ DYSP ആയിരുന്നു. പക്ഷെ MA എടുക്കാൻ പറ്റിയില്ല, SI ആവാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു ദുഃഖമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അദ്ദേഹത്തിന്റെ ഈ ദുഃഖം എൻ്റെ ജീവിതത്തിലങ്ങ് മാറ്റിക്കളയാൻ. അപ്പൊ അദ്ദേഹം ഒരു MA എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ 4 MA എടുത്തു. ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി എടുത്തു. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ആഗ്രഹിച്ച് പറ്റിയില്ല. ഞാൻ പോലീസിൽ കയറി DGP റിട്ടയർ ചെയ്ത അച്ഛൻ്റെ എന്റെ ജീവിതത്തിൽ ഞാൻ സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ്. തുമ്പമണ്ണാണ് തങ്ങളുടെ സ്വദേശം. അതെ. തുമ്പമണ്ണിൽ ഒരു അധ്യാപകന്റെയും അധ്യാപികയുടെയും ദമ്പതികളുടെ മകനായിട്ട് ജനിച്ചതാണ്. എങ്ങനെയാണ് ഈ IPS എത്തിയത്? കാരണം താങ്കൾ ആദ്യം BSc കെമിസ്ട്രി ആയിരുന്നു, അതിനുശേഷം ഇംഗ്ലീഷ് എടുത്തു, കോളേജിൽ അധ്യാപകരായിരുന്നു, അതിനിടെ കുറച്ചു കാലം പത്രപ്രവർത്തകനുമായി മനോരമയില്. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു? മനോരമയിൽ വന്നത് 1978-79.
അത് ശരി. ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു 4 വർഷം മുമ്പാണ്. ഞാൻ പക്ഷെ സാലറിയുടെ ക്ലാസ് അല്ലായിരുന്നു. ആ അതുകൂടി ഞാൻ പറഞ്ഞു പഠിച്ചോളൂ, ഇവിടെ ഇങ്ങനെ സ്വന്തം ലേഖനായിട്ട് റിപ്പോർട്ട് അയച്ചു കൊടുത്താൽ ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കും, അതുകൂടി ഞാൻ പേ ചെയ്യും. ഫുൾ ടൈം ഈ സാലറിയുടെ ക്ലാസ് അല്ല. അങ്ങനെ ആയിട്ടില്ല. ഓക്കെ. അതിനുശേഷം ഈ മാരിവൻസ് കോളേജിലായിരുന്നു അധ്യാപകനായിരുന്നു. ഈ അധ്യാപന വൃത്തി വാസ്തവത്തിൽ താങ്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്ന അധ്യാപന വൃത്തിയായിരുന്നു. 4 MA ഉണ്ട്. ഈ IPS പോകാനുള്ള ആഗ്രഹം തോന്നി? ഞാൻ ജനിച്ചു വളർന്നത് തുമ്പോൺ വടക്കെടുത്ത് ഒരു കുടുംബമാണ്. അപ്പോൾ 21 തലമുറ തുടർച്ച ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ വലിയ ആഴത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. അതിന് 21 തലമുറ. ഞാൻ അതിന്റെ കുടുംബചരിത്രം വായിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ ചരിത്രം കൂടി സെന്റ് തോമസ് കേരളത്തിൽ വന്ന ചരിത്രം ഉൾപ്പെടെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലില് 21 തലമുറ തുടർച്ചയായി വികാരിമാരാണ്. മക്കളുടെ കൂട്ടത്തിൽ ആര് അച്ഛനാവുന്നു അയാൾ കുടുംബത്തിൽ താമസിക്കാം, ബാക്കി ചേട്ടനായാലും അനിയനായാലും മാറി താമസിച്ചു. അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ എഴുതുന്നതിന്റെ ഭാഗമായിട്ട് 21 അച്ഛന്മാരുടെയും ലിസ്റ്റും അവരെന്നോട്ട് എന്നവരെയായിരുന്നു കണ്ടെത്തി. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അച്ഛനാവണമെന്ന് വലിയ ആഗ്രഹമായി. കാരണം ഞാൻ എൻ്റെ ഫാദറിനോട് പോയി പറഞ്ഞു എനിക്ക് അച്ഛനാവണം. ഫാദർ പറഞ്ഞു ഇപ്പോൾ കൊള്ളാം. അപ്പം പലരും പറഞ്ഞു പഠിക്കാൻ കൊടുക്കുന്ന ഒരു പയ്യൻ അവനെ അച്ഛനായിട്ട് വിടേണ്ട ആവശ്യമുണ്ടോ എന്ന് എൻ്റെ ഫാദറിനെ പലരും ചോദിച്ചു. അതല്ല, ദൈവവിളി എന്ന് പറഞ്ഞ ഈശ്വരന്റെ കരുണയാണ്, അവനാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഫാദർ മരിച്ച് പിറ്റേ വർഷം ഞാൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിന്റെ അടുത്ത് പോയി. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓർത്തഡോക്സ് സഭ എന്ന മലങ്കര കത്തോലിക്ക സഭ എന്ന 7ാമത്തെ അച്ഛനാണ്. ഗ്രിഗോറിയോസ് എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ഫാദറൊക്കെ മരിച്ച് നിന്റെ അമ്മ വിധവയല്ലേ, ആ അമ്മയെ സഹായിച്ച് നീ നിൽക്കാം, നിനക്ക് 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ അമ്മയെ സംരക്ഷിക്കുകയും ബാക്കിയുള്ള സഹോദരങ്ങളെ സഹായിക്കുകയും ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞ കാരണം അച്ഛനാവാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ MA ഒക്കെ എടുത്തോണ്ടിരിക്കും. അതിനിടയ്ക്ക് ബാങ്കിങ് സർവീസിന് എഴുതി, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സിന് എഴുതി. ഫസ്റ്റ് റാങ്ക് അടിച്ച് മദ്രാസിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. ബാങ്ക് വേണോ വേണ്ടോ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അതിനിടയ്ക്കാണ് മലയാളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഫസ്റ്റ് റാങ്ക് ആയത്. അതിനിടയ്ക്കാണ് മനോരമ പോയി സബ് എഡിറ്റർ മത്സരിച്ചത്. എനിക്ക് കിട്ടിക്കഴിഞ്ഞും അത് പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഈ നീ പഠിക്കേ, കാരണം നിനക്ക് വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ പ്രയാസമല്ലേ, അമ്മ വിധവസ്ത്രീയല്ലേ, അപ്പം നീ റിപ്പോർട്ടൊക്കെ എഴുതി അയച്ചാൽ പൈസ ഒക്കെ അയച്ചാൽ നാളെ നീ ശമ്പളത്തോടുകൂടി ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ മനോരമ എനിക്ക് എന്നോട് ആവശ്യപ്പെടും, ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ലേഖനം അയച്ചു കൊടുക്കും. അത് ചിലപ്പോൾ സ്വന്തം ലേഖനം ഇട്ടിട്ടും അല്ലാതെയും വരും. പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. അതെ, ഞാൻ മാറ്റർ അയച്ചു കൊടുത്താൽ മത് കുടിച്ച് ഞാൻ ഒരാഴ്ചക്ക് അതിന്റെ പൈസ എന്റെ അക്കൗണ്ടിലെത്തി. എനിക്ക് വലിയ സഹായമാണ് മത് കുടിച്ച് ഞാൻ ചെയ്ത സഹായം. അപ്പൊ ഞാൻ ബാലൻസ് സെക്രട്ടറി അംഗമായിരുന്നു, പിന്നെ സഹകാരിയായിരുന്നു, പിന്നെ സഹകാരി കൺവീനറായി. അപ്പം ബാലൻസ് ഒക്കെ നമ്മൾ മനോരമ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം പോലെ വളരെ അടുത്ത്. പിന്നീട് അതേ മനോരമയിൽ തന്നെ സിവിൽ സർവീസ് ക്യാമ്പ് തുടങ്ങാൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞ അപ്പൊ ബാങ്കിൽ ചേരാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മാറിയോൻസ് കോളേജ് ഞാൻ അപ്ലൈ ചെയ്തത്. മാറിയോൻസ് കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നെ മെറിറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടും. അപ്പൊ ഞാൻ മലങ്കര കത്തോലിക്കനായതുകൊണ്ട് മാനവന്റെ കോട്ടയം തന്നു അപ്ലൈ ചെയ്തത്. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ ബോർഡ് പ്ലേസ് മീ ആസ് ഫസ്റ്റ് റാങ്ക്. അപ്പൊ എനിക്ക് ഓർഡർ വന്നു, നിന്നെ മെറിറ്റിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി ജോയിൻ ചെയ്തു. അപ്പം അന്ന് ഹോസ്റ്റലിൽ ഒരു വാർഡനെ വേണം, പച്ചമാര് കൂടാതെ ഒരു സിവിലിയൻ വാർഡനായിട്ട് എന്നെ എടുത്തു. ഞാനിവിടെ ഇങ്ങനെ വാർഡൻ ജോലി, ലെക്ചറർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ചന്ദ്രൂരിലെ ശ്രീധര പണിക്കർ എന്നൊരു പണിക്കർ, അദ്ദേഹം ഈ ഭൃഗു സംഹിത എന്നൊരു സംഹിതയുണ്ട്. 1000കണക്കിന് വർഷത്തിന് മുമ്പ് ഭൃഗുമുനി ഓരോരുത്തരുടെയും പൂർവ്വജന്മവും ഈ ജന്മവും അടുത്ത ജന്മവും എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഒന്ന് പൊക്കളയാം. എനിക്ക് അസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല. ഞാൻ അവിടെ ചെന്ന് അപ്പൊ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് ഒരു നാണയം പലകെ വെക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് ഭൃഗുസംഭം തുറക്കുന്നത്. ഭൃഗുസംഭം തുറന്നപ്പോൾ വന്നു, അങ്ങ് പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു, ക്ഷേത്രഭരണം നടത്തിയിരുന്നങ്ങാണ്. അന്ന് 2 കുടുംബങ്ങൾ, മന്ത്രി കുടുംബങ്ങൾ തർക്കത്തിന്റെ പേരിൽ അങ്ങേ കുളത്തിൽ മുക്കി കൊന്നു. അതുകൊണ്ട് അങ്ങ് ഇത്തവണ 6 അക്കര ജനിക്കും, അച്ചൻകോവിൽ 6 അക്കരയ്ക്ക് ജനിക്കും. അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി, കോണം തുമ്പ ഭൂമി മൺ, തുമ്പോൺ എന്നാണ് സാർ ജനിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര്. നവഗ്രഹേ 9 ഗ്രഹവും നോക്കുന്ന സ്ഥലത്താണ് അങ്ങ് ജനിക്കുന്നത്. നവം പുത്തൻ ഗ്രഹം വീട്, പുത്തൻപേട് എന്നാണ് സാറിന്റെ വീട്ടുകൾ. അപ്പൊ ഞാൻ തുമ്പോൺ പുത്തൻപേട്ട് ജനിച്ചാണ്. ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കാം. അപ്പോ അങ്ങ് ഈ ജന്മത്തിൽ രാജ്യം ഭരിക്കുന്ന പരീക്ഷ എഴുതും. ഏതാ പരീക്ഷയുടെ പേര്? ഞാൻ IAS എഴുതി. എന്ത് സംഭവിക്കും?
അങ്ങേക്ക് തലയിൽ കിരീടമൊക്കെ ജോലി കിട്ടും. തലയിൽ കിരീടമൊക്കെ സർവീസ് ആരംഭിച്ചു. നമ്മൾ IPS കിട്ടുമോ? അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് IAS പരീക്ഷ എഴുതി. എനിക്ക് IPS കിട്ടി. രണ്ടാമത് വീണ്ടും IAS പരീക്ഷ എഴുതി. രണ്ടാമത് തന്നെ IPS യൂണിവേഴ്സ് സർവീസ് തന്നെ വെച്ചു. അപ്പൊ ഈ രണ്ടാമത് എഴുതി തോറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈദരാബാദ് അക്കാഡമി ഇങ്ങോട്ട് മാർവൻസ് കോളേജിൽ എഴുതി. ഞാൻ തിരിച്ചു വരികയാണ്, എന്നെ എടുക്കാമെന്ന് ചോദിച്ചു. ശരി. അപ്പം അച്ഛൻ പറഞ്ഞു, അയ്യോ അലക്സിന് IPS കിട്ടിയതെന്ന് ഞങ്ങളിവിടെ രണ്ടാമത് ചോദിച്ചു. ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരാളിനെ എടുത്തിട്ടുണ്ട്. അലക്സ് ഇപ്പൊ തിരിച്ചു വന്ന ആ പാവത്തിന് ജോലി വന്നു, കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, അതിന് ജോലി പോകുന്നത്. ഞാൻ വരുന്നില്ല. IPS വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും കോളേജ് വരാൻ ആലോചിച്ചു. റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുന്നോട്ട് വിളിച്ചു വെച്ചപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ മറുപടി പറയുന്നത്. പകലൊരാളിനെ എടുത്തുപോയി, ജോസഫിന്റെ കല്യാണം കഴിഞ്ഞു, ഇനി അങ്ങ് തിരിച്ചു വന്നാൽ അലക്സ് വന്നാൽ വരാണ്, ജോലി കളയല്ലേ, ഞാൻ വരുന്നില്ല. അങ്ങനെ IPSൽ അങ്ങ് സ്റ്റക്കാകാണ്. അപ്പൊ ആ പുസ്തകം പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് കൊല്ലപ്പെടുമ്പോൾ അങ്ങേക്ക് ഒരു പെണ്ണുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നു, ശോഭ എന്നൊരു കുട്ടി. ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി പുനർജന്മം എടുത്തിട്ടുണ്ട്, അങ്ങയുടെ ഭാര്യയാവാൻ. അപ്പൊ 1980 ഞാൻ IPS ട്രെയിനിങ് എല്ലാം കഴിഞ്ഞോ അമ്മ എന്നോട് ചോദിച്ചു, കല്യാണം കഴിക്കണ്ടേ? നമ്മൾ അമ്മ ഒരു കാര്യം, ഞാൻ ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ചോണ്ടോ, ഒറ്റ കണ്ടീഷനുള്ളൂ, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയായിരിക്കണം. ജാതിയോ മതമോ നിറമോ കളറോ ഒന്നും എനിക്ക്. അതെന്താ അങ്ങനെ ഒരു വ്യവസ്ഥ? ഏതാ അങ്ങനെ ഒരു വ്യവസ്ഥ? കേരള യൂണിവേഴ്സിറ്റി ആണ്, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഒറ്റ യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ ആ കുട്ടിയുടെ ബുദ്ധിശക്തിയെ പറ്റി അറിവിനെ, ബുദ്ധിശക്തിയുള്ള ആളായിരിക്കണം. അതേ ഉള്ളൂ. ശരി. അല്ല സൗന്ദര്യവും പണമൊന്നും അല്ല വിവാഹത്തിന് പ്രധാനം. അങ്ങനെ അമ്മ പോയി എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചു, കല്യാണം എല്ലാം കഴിച്ചു. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. MAക്കും ഫസ്റ്റ് റാങ്ക് ആണ്. BAക്ക് 1981 ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 83 MAക്കും കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, ഡബിൾ ഫസ്റ്റ് റാങ്ക് ആണ്. കല്യാണം. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കൊല്ല രാജ്യത്ത് പോയി പ്രകാശത്തിന് പര്യായമുള്ള ആ പെൺകുട്ടി പുനർജന്മം ചെയ്ത പെൺകുട്ടി കല്യാണം പുസ്തകത്തിൽ. അപ്പൊ ഞാന് കല്യാണം എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, എന്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ അമ്മായിയമ്മ എന്റെ ഭാര്യ വിളിക്കുന്നത് പ്രഭേ എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രകാശത്തിന്റെ പര്യായമാണ്. കൊല്ല രാജ്യം എന്ന് പറഞ്ഞാൽ കൊല്ലം പട്ടണത്തിൽ വന്നിട്ട് കൊല്ല രാജ്യം എന്ന് മൃഗസ്വീകരിച്ചിരിക്കുന്നു. കൊല്ലത്ത് വന്നിട്ട് പ്രകാശത്തിന് പര്യായമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പൂർവ്വജന്മത്തിൽ ഞങ്ങളെ പ്രേമിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അന്ന് എഴുതിയ പുസ്തകത്തിന്റെ കോപ്പിയൊക്കെ കയ്യിലുണ്ടോ? അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മലയാളത്തിൽ സിനിമ പാട്ടുണ്ട്, പ്രേമിക്കുകയായിരുന്നു ഞാൻ ഓരോരോ ജന്മങ്ങളിൽ എന്ന് പറയുന്നത് സംഭവിച്ചത് എനിക്ക് അപ്പൊ ഒരു പൂർവ്വജന്മ പ്രണയമാണിത്. ഈ ജന്മത്തിൽ അതിന്റെ അവസാനം എന്നെ അമ്പലപ്പുഴ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ക്രിസ്ത്യാനിയില്ല, എന്നെ അമ്പലത്തിനകത്ത് കയറ്റാൻ വയ്യ. അവരെന്ത് ചെയ്യുന്ന മെയിൻ ഗേറ്റിനോട് ചേർത്ത് ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്നെ പ്രസംഗിച്ചു. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗം തീർന്നത് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ക്രിസ്ത്യാനിയായതുകൊണ്ടല്ല നിങ്ങൾ ഇതിനകത്ത് കയറ്റാത്ത, ഞാൻ പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ മന്ത്രി ക്ഷേത്രം ഭരിച്ചിരുന്ന ആളാണ്, പാറയിൽ കൊച്ചു തരകൻ എന്ന് പറയുന്ന ആളിന് പൂർവ്വജന്മം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്പലപ്പുഴ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പാറയിൽ കൊച്ചു തരകനെ കുളത്തിൽ മുക്കിക്കൊന്ന കഥ. അപ്പൊ ഈ ജനക്കൂട്ടമുണ്ടല്ലോ, അതുവരെ ക്രിസ്ത്യാനിയെ അകത്ത് കയറ്റാത്ത ക്രിസ്ത്യാനിയെ ഞാൻ ഈ കഥ പറഞ്ഞപ്പോ അവർ എഴുന്നേറ്റ് കൈയടിച്ചു. ഹിന്ദുക്കൾക്ക് പൂർവ്വജന്മത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഭരിച്ചിരുന്ന ക്ഷേത്രത്തിൽ ഈ ജന്മത്തിൽ എനിക്ക് പ്രവേശനം ഇല്ലാതെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് രസകരമായ സംഭവം. ഞാനതിന്റെ DGP ആണ്. ശരി. അലക്സാണ്ടർ ജേക്കബ് എന്ന വ്യക്തിക്ക് അങ്ങേയറ്റത്തെ പണ്ഡിതൻ, അങ്ങേയറ്റത്തെ അറിവുള്ള ആള്, അങ്ങേയറ്റത്തെ ശാസ്ത്രബോധമുള്ള ആള്, അതേസമയം തന്നെ ചില കാര്യങ്ങളിൽ അന്ധവിശ്വാസമുള്ള ആളുമാണ് എന്ന് പലരും പറയാറുണ്ട്. ഇതിനെയൊക്കെ അന്ധവിശ്വാസങ്ങളായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത് ചില കാര്യങ്ങളെ. അതായത് പൂർവ്വജന്മം, അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ തന്നെ ചില കേസുകളൊക്കെ പ്രശ്നം വെച്ച് കണ്ടെത്തി എന്നിപ്പോ കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഒരിക്കല് കണ്ണൂര് കാസർഗോട്ട് കശുവണ്ടി കൃഷിക്കാരുടെ ഒരു കള്ളക്കടത്ത് തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് അവിടെ വെടിവെപ്പ് തടയാൻ വേണ്ടി താങ്കൾ ജീപ്പിന്റെ ബോണ്ടിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. പണ്ട് ഞാൻ താങ്കളുടെ പ്രസംഗം കേട്ടതാണ്. അപ്പൊ ഇതൊക്കെ ഒരു തരത്തില് ഈ വിശ്വാസവും ഈ താങ്കളുടെ ശാസ്ത്രബോധവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുത്തുക? സ്വതന്ത്രത്തിൽ ഒരു IPSകാരൻ, ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ ശാസ്ത്രീയമായിട്ട് കുറ്റാന്വേഷണം നടത്തേണ്ട സാഹചര്യത്തില് അത് വിജയിക്കാതെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആത്മാവിനെ കണ്ടെത്തിയും പൂജ നടത്തിയും ഒക്കെ പ്രതികളെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിലൊരു അസാംഗത്യമില്ലേ? അതായത് എന്താണ് ഈ ശാസ്ത്രീയത അശാസ്ത്രീയത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾക്ക് കാണാൻ വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇത്ര കാണാൻ പറ്റും. നമുക്ക് അൾട്രാ വയലറ്റ് തൊട്ട് മറ്റേതും കാണാൻ പറ്റത്തില്ല, ഇൻഫ്രാറെഡ് തൊട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രപഞ്ചത്തിലെ 10% മാത്രം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ.
അപ്പൊ പ്രപഞ്ചത്തിന്റെ ടോട്ടൽ പ്രപഞ്ചത്തിന്റെ 80% ഡാർക്ക് വേൾഡാണ്. അവിടെ പ്രകാശമേ ഇല്ല, മനസ്സിലാകുന്നത്. 20% ലൈറ്റ് ഉള്ളത്. അതിൽ തന്നെ കാണുന്ന പ്രകാശത്തിന്റെ 10% കാണാൻ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ നമുക്ക് 20 ഡെസിബിൾ തൊട്ട് 20,000 ഡെസിബിൾ വരെ കേൾക്കാം. അതിൽ താഴെ അതിനപ്പുറത്ത് പട്ടിക്ക് അതിൽ താഴെയുള്ള ശബ്ദം കേൾക്കാം. അതായത് രാത്രി പട്ടി എന്നിട്ട് പട്ടിക്ക് വേറെയുള്ള ശബ്ദം കേൾക്കാം. നമ്മൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ശബ്ദത്തിന്റെ ലെസ് ദാൻ 15% നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നത് പ്രപഞ്ചത്തിലെ ടോട്ടൽ ട്രൂത്തിന്റെ 15% ആണ്. അത് തന്നെ നമുക്കൊരു 1350 ഗ്രാം ഉള്ള തലച്ചോറ് മാത്രമേ ഉള്ളൂ. അതിലെ സെർബ്രോ എന്ന് പറഞ്ഞാൽ 900 ഗ്രാമാണ്. ഈ 900 ഗ്രാം കൊണ്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ അറിയാൻ പറ്റും. ഞാൻ അത് വെച്ച് വ്യാഖ്യാനിക്കുന്നത് സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്, അത് അന്ധവിശ്വാസമാണ്. ഞാൻ കാണാത്തതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കാണാത്തത് വിശ്വസിക്കാത്താൽ പ്രപഞ്ചത്തിന്റെ 90% സത്യം അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ടോട്ടൽ ട്രൂത്തിന്റെ 10 to 15% അറിയാം. പക്ഷെ അതേസമയം തന്നെ പ്രശ്നമുണ്ട്. നമ്മളുടെ കുറ്റാന്വേഷണ സംവിധാനത്തിൽ, നീതി ശാസ്ത്രത്തിലും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പിന്നെ മനുഷ്യ അതീതമായിട്ടുള്ള ശക്തികളുടെയോ അത്തരത്തിലുള്ള രീതികളെ കൊണ്ടുള്ള കുറ്റാന്വേഷണങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. സ്വീകരിക്കുന്നില്ല. പക്ഷെ എവിഡൻസ് ആക്ട് സ്വീകരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തെളിവായി പറയാൻ പറ്റും. അല്ല, അതല്ലല്ലോ തെളിവ് കാണിക്കുന്നത്. അത് കേസ് അന്വേഷിക്കുമ്പോൾ ക്ലൂ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഓഫീസർമാരെല്ലാം വിളിച്ചെടുത്ത് SP-മാരും DYSP-മാരെല്ലാം അങ്ങനെ ആലോചിക്കും ആരായിരിക്കും കൊല ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഒരാൾ ഒരു ലൈൻ പറയും, ഒരു 5-8 ലൈൻ പറയും. എന്നിട്ട് അതിലൊരു ഈ ലൈൻ പിടിച്ചു പോകുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഒരു പ്രതിയെ കിട്ടുന്നത്. ചില സമയത്ത് ഈ പ്രതിയെ കിട്ടുന്ന ക്ലോസ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ ആ കേസ് അങ്ങ് പെൻഡിങ് നിൽക്കുക. വളരെ ബ്രൂട്ടലായിട്ടുള്ള കേസാണ്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എവിഡൻസ് ആക്ടിൽ പറയാത്ത മെത്തേഡ്സ് ചിലപ്പോൾ സ്വീകരിച്ചിട്ടാണ് തെളിയിക്കുക. തങ്ങൾ ഒരു കൊലപാതകം അങ്ങനെ തെളിയിച്ചായിട്ട് തളിപ്പറമ്പില് ഒരു കച്ചവടക്കാരന് 1988 ഞാൻ ഇപ്പോൾ കണ്ണൂർ SP ആണ്. കച്ചവടക്കാരന് രാത്രി കട അടച്ചിട്ട് വരുന്ന വഴിക്ക് അവനെ കുത്തിക്കൊന്നു. അവന്റെ കയ്യിലെ പൈസ എടുത്തിട്ട് ഞങ്ങളൊരു 4 ദിവസം തല കുത്തുന്നു അന്വേഷിക്കുകയാണ്. കാരണം എൻ്റെ അമ്മ ഒരു വിധവ സ്ത്രീ വളർത്തിയ ഒരു പയ്യനാണ് ഞാൻ. അപ്പോൾ വേറൊരു വിധവ സ്ത്രീ ഭർത്താവിനെ കുത്തിക്കൊന്നിട്ട് എല്ലാം ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ അവർക്ക് നീതി കൊടുക്കണം. 4-5 ദിവസം നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തലപ്പറമ്പിലെ എൻ്റെ DYSP നടന്ന മേനോൻ പറഞ്ഞു, സാർ അത് നമുക്ക് ഈ ചത്ത ആളിനെ വിളിച്ചു വരുത്തണം. നമ്മൾ തത്താളിനെ അങ്ങനെ വിളിച്ചെടുത്താൻ പറ്റും, അതിന് മാർഗം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എവിടെയാ? അത് മുണ്ടക്കയത്ത് 3 മുസ്ലിംസ് ഉണ്ട്. മുണ്ടക്കയത്ത് എന്റെ ജന്മനാട്. 3 മുസ്ലിംസ് ഉണ്ട്, അവർക്ക് ഈ കഴിവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. അപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഒരു രഹസ്യമായ കേസ് അന്വേഷിക്കാൻ വേണ്ടി അക്കൗണ്ടിൽ പൈസ എഴുതാത്ത ഫണ്ട് ചെലവഴിക്കാം. അപ്പൊ ശരി, 10,000 രൂപ ഉണ്ട്, കണക്ക് എഴുതണ്ട, ശരി, കേസ് തെളിയിക്കാൻ ഉപയോഗിച്ചത് മാത്രം എഴുതാം. അപ്പൊ ആ പൈസ കൊടുത്തിട്ട് ഇവരെ ട്രെയിനിൽ ഞാൻ കണ്ണൂർ വരുത്തി. അപ്പോ ആ 3 പേര് 2 പേരും മരിച്ചു. അൻബാർ ഉസ്താദ് മാത്രമേ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുണ്ടക്കയത്തെ മുസ്ലിം പള്ളിയുടെ പേര് ഓർമ്മയുണ്ട്. മെയിൻ പേരെന്നോട് പറഞ്ഞു, അൻബാർ ഉസ്താദ്, ANBAR. അതേപ്പോ ഒരു 75 വയസ്സ്. സാറ് പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുണ്ടക്കയത്ത് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അൻബാർ ഉസ്താദ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അന്ന് അദ്ദേഹത്തിന് ഒരു 30 വയസ്സ് താഴെ ഉള്ളൂ. അപ്പൊ അവര് വന്നിട്ട് ഈ മരിച്ച ആളിന്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ആണല്ലോ. നമ്മൾ മരിച്ചാളിന്റെ ക്ലോസ് റിലേറ്റീവ് അവരുടെ മോൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ മോനെ കൊണ്ടുപോയി ഈ ആളിനെ അടക്കിയ സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ 3-4 നടത്തിച്ചിട്ട് കൊണ്ടുവന്ന് തറയിലോട്ട് കിടത്തിയിട്ട് അവരെന്തോ മന്ത്രം ചൊല്ലി, അറബി ഭാഷയിൽ എന്തോ ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു വെറ്റിലെടുത്ത് ഇതൊക്കെ പരട്ടി. എന്നിട്ട് ഈ വെറ്റില അവരിങ്ങനെ മടക്കിയാൽ ഈ പയ്യൻ ഇങ്ങനെ വടി പൊങ്ങുന്നുള്ള പൊങ്ങ വരും. നമ്മുടെ ശരീരത്തിൽ ഇരുന്നിട്ടാൽ ഈ ഇടക്കെട്ടിന്റെ അവിടെ വളഞ്ഞു പോകത്തില്ലേ, ഇത് പൊങ്ങാൻ സാധ്യത അതുപോലെ തിരിച്ചു പോവാം. അപ്പൊ ഇവര് ചൊല്ലി ആത്മാവ് വന്ന ഉടനെ ഈ പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ 15 വയസ്സുള്ള ആളിന്റെ ശബ്ദം 52 വയസ്സുള്ള ആളുടെ ആയി മാറി. ഇപ്പൊ വിധവ സ്ത്രീ ഓടി വന്നു, സാറേ ഇതെന്റെ ഭർത്താവിന്റെ ശബ്ദം വന്നു. കാര്യം ഈ മരിച്ചുപോയ ആളുടെ ശബ്ദം ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാൻ കട പൊട്ടി വരുമ്പോ എന്റെ എന്റെ മടിക്കുത്തിലായി 9,500 രൂപ ഉണ്ടായിരുന്നു. 2 പേരും പൈസ പിടിച്ചറിയിക്കാൻ നോക്കി. ഞാൻ പിടിച്ചിരിക്കാൻ നോക്കിയപ്പോൾ ഒരാൾ എന്നെ കുത്തി താഴെ ഇട്ടു. പൈസ എടുത്തു പോയി സാറേ. ഈ 52 വയസ്സുള്ള ശബ്ദത്തിൽ ഈ പയ്യൻ പറയാ. അതിൽ ഒരാളിനെ എനിക്ക് മനസ്സിലായി സാറേ, മറ്റാളിനെ മനസ്സിലായില്ല. ഒരാൾ ഇന്നാരായിരുന്നു. അപ്പൊ കേസും തെളിയാത്തോണ്ട് ഈ കുറ്റവാളികൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അത് കഴിഞ്ഞപ്പോ ആത്മാവ് പറഞ്ഞു, അയ്യോ എന്നെ ഞങ്ങളെ ഈ പാതാളത്തിൽ നിന്ന് വിളിച്ചു വരുത്തത് വലിയ സങ്കടമാണ്. അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, അയ്യോ കേസ് എറിഞ്ഞില്ലേലും വേണ്ട, ഭർത്താവിന് ആത്മാവിനെ ഉപദ്രവിക്കാതെ വിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആത്മാവ് കൊണ്ടുവന്നു. അപ്പൊ ഈ പേര് പറഞ്ഞ ആളെന്നെ രാത്രി വീട്ടിൽ പോയി പൊക്കി.
ഓഹോ. പൊക്കി അയാളെ അന്വേഷിച്ചപ്പം അയാൾ രണ്ടാമത്തെ ആളുടെ പേര് പറഞ്ഞു, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, കേസ് തെളിയിച്ചു. അപ്പൊ ഈ സംഭവം കോടതി പറയാൻ പറ്റത്തില്ല. ഇത് എവിഡൻസ് ആക്ടിൽ ആത്മാവിനെ വിളിച്ചു വരുന്ന എഴുതാൻ പറ്റിയല്ല. ഈ ആത്മാവ് പറഞ്ഞത് എവിഡൻസ് അല്ല. അപ്പൊ ഞങ്ങൾ ശാസ്ത്രീയമായ കേസ് അന്വേഷിച്ച് ഈ കുത്തിയെ കത്തി പിടിച്ചെടുത്തു. ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തു. അപ്പം 958 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 10 ലക്ഷം രൂപ ഈക്വലൻ്റാ, മനസ്സിലായിരുന്നു. അങ്ങനെ ആ കേസ് ശാസ്ത്രീയമായ അടുത്ത ആണ്ട് തെളിയിച്ചു. അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നിരീശ്വരവാദികളുടെ ഒരാളെന്നോട് പറഞ്ഞു, സാറ് അന്ധവിശ്വാസമാണ്, ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാമോ, കേസ് അന്വേഷിക്കാൻ ആത്മാവിനെ വിളിച്ചു വരുത്താമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് CBIയുടെ പ്രസിദ്ധമായ കേസ് അയച്ചു കൊടുത്തു. ആന്ധ്രയിലെ മസൂലിപട്ടണം, വിശാഖപട്ടണം അടുത്തുള്ള സ്ഥലത്ത് ഒരു കാമുകിയെ കൊന്നിട്ട് ഭർത്താവ് ഡൽഹി കടന്നു വന്നു. അപ്പൊ കേസ് ഒരു തുമ്പുമില്ലാതെ കിടക്കാണ്. പുതിയ സബ് ഇൻസ്പെക്ടർ വന്നപ്പം താമസിക്കാൻ വീട് കിട്ടുന്നില്ല. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു, സാറിന് താമസിക്കാൻ വീട് തരാം, സാറിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ഒരു പെൺകുട്ടി മരിച്ച ഒരു വീടാണ്, അനാഥമായിട്ട് കിടക്കാണ്, അത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ഇപ്പൊ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മുടെ കസ്റ്റഡിയിലാണ്, സാറിനോട് താമസിക്കാത്തവരുണ്ടെന്ന് പറഞ്ഞു. അയാളോട് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഞാൻ താമസിക്കാത്ത. അങ്ങനെ SI കയറി താമസിച്ച് രാത്രി ഒരു 11:30-12 ആയപ്പോഴത്തേന് അടച്ചിട്ട മുറിയിൽ ഇയാൾ എന്തോ വായിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി മുറിക്കകത്ത് നിൽക്കുന്നു, വെളുത്ത സാരിയൊക്കെ കൊടുത്തിട്ട്. അയാൾ ചോദിച്ചു, നീ എങ്ങനെ ഇതിനകത്ത് വന്ന് ഈ മുറിയെല്ലാം പൊട്ടിരിക്കുകയല്ലേ? അത് ഞാനിവിടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയാണ്, അതിൻ്റെ ആത്മാവാണ്, അങ്ങ് ഈ കേസ് തെളിയിക്കണം. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു, അപ്പോഴാണ് ഈ കാമു വീണ്ടും വന്നത്. എൻ്റെ ഇന്ന് സ്വർണം വേണമെന്ന് ഞാൻ സമ്മതിച്ചില്ല, കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല, നീ എങ്ങനെ എൻ്റെ കല്യാണം കഴിച്ചാൽ തരാമെന്ന്. അങ്ങനെ എന്നെ കൊന്നിട്ട് അവനത് എടുത്തുകൊണ്ട് പോയി. അപ്പം എന്നെ അടക്കിയിരിക്കുന്ന സ്ഥലം നാട്ടി അടുക്കളയുടെ ഇപ്പുറത്ത് തന്നെ അടക്കിയിട്ടുണ്ട്. എൻ്റെ സ്വർണം പകുതി അവൻ കൊണ്ടുപോയി, പകുതി ഈ മരത്തിൻ്റെ ചുവട്ടി കിടപ്പുണ്ട്. അവൻ്റെ അഡ്രസ്സ് എനിക്കറിയാം, ഞാൻ ആ അഡ്രസ്സിൽ എഴുത്തെഴുതുന്നുണ്ടായിരുന്നു. അഡ്രസ്സ് SI കൊടുത്തു. അപ്പം SI പോയിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് SI മജിസ്ട്രേറ്റിന് ലെറ്റർ കൊടുത്തു, ഈ ശവം കിടക്കുന്ന ഇന്ന സ്ഥലത്താണ്, ഗോൾഡ് ഇന്ന സ്ഥലത്താണ്. അങ്ങനെ SIയുടെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ 27 റിക്കവർ നടത്തി അവനെ ശിക്ഷിച്ചു. ഈ കേസ് CBI അവരുടെ CBI ഡൈജസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് സംഗതി, താങ്കളെ പോലെ തന്നെ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ആരോ CBIയിലുണ്ട്, അല്ലേ? നടക്കത്തില്ലല്ലോ. അല്ല, ഈ CBI വിളിച്ചു വരുത്തിയ SIക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ ഈ മരിച്ച ആ സ്ത്രീയുടെ ആത്മാവൊന്ന് ഞാൻ സംസാരിച്ചപ്പോ വിശ്വാസം വന്നു. അങ്ങനെ ഇയാൾ ഈ കേസ് തെളിയിച്ചു. എന്നിട്ട് ആ കേസ് തെളിയിച്ച ശേഷം അയാൾ CBIക്ക് എഴുതി. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുക എന്താണെന്ന് എനിക്ക് ക്രെഡിറ്റ് അല്ല. ഇത് അലക്സാണ്ടർ ജേക്കബ് പറയുന്ന കാര്യങ്ങളൊന്നും പിന്നെ തെളിവുകളില്ലാതെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും. ഇതിന് തെളിവെന്തോ? കേസ് ഉണ്ടെന്നുള്ളതിന് എന്റെ റെക്കോർഡിലുണ്ടോ? പബ്ലിഷ് ചെയ്തു. ഞാൻ ഈ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ CBIയുടെ. അപ്പൊ എനിക്ക് ഒരു സംശയം, താങ്കള് ദീർഘകാലം പോലീസ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു, പോലീസ് അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു, അങ്ങനെ വലിയ പദവികൾ വഹിച്ച ഒരാളാണ്. അപ്പോൾ പോലീസ് ട്രെയിനിങ് കോളേജിൽ പരിശീലനം നൽകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണ രീതികളെ കുറിച്ചൊക്കെ അവരോട് പറയാറുണ്ടോ? അവരുടെ പ്രതികരണം എന്താണ്? ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയും, നമ്മൾ എവിഡൻസ് ആക്ടിലുള്ള എല്ലാം പാലിക്കണം. പക്ഷെ എവിഡൻസ് ആക്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ അപ്പുറത്തായി നമ്മളത് തെളിയിക്കാൻ ശ്രമിക്കണം. കേസ് ഡയറിയിലാവുന്ന എഴുതാൻ പാടില്ല. ഇത് മാത്രമേ ഇതാകുമ്പോ ഒരു ഗുണമുണ്ട്, ഇതിനാകുമ്പോ ഉപദ്രവമില്ല, തല്ലണ്ട, അടിക്കണ്ട, ഉപദ്രവിക്കണ്ട. പിന്നെ ഞാനവിടെ പ്രിൻസിപ്പൽ ആയപ്പോൾ ഈ PTC പോലീസ് സ്റ്റേഷനിൽ പ്രിൻസിപ്പൾ അതിന്റെ ചെയർമാനായ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ. ആ ടെമ്പിള് ഒരു ഹനുമാൻ ടെമ്പിളാണ്. ഈ ഹനുമാൻ ടെമ്പിൾ നോക്കാൻ ഒരു രവീന്ദ്രൻ നായരെ ഏൽപ്പിച്ചത്. അങ്ങനെ കാലിന്റെ വിരൽ പഴുക്കാൻ തുടങ്ങി. എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വൈസ് പ്രിൻസിപ്പൽ എൻ്റെ തോന്നുന്നു, സാറേ ഇയാൾ ആ അമ്പലത്തിൽ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അതാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വൈസ് പ്രിൻസിപ്പലിനെ കൂട്ടി നെയ്യാറ്റിൻകര ഒരു വലിയ ജോത്സ്യൻ അവിടെ കൊണ്ടുവന്ന് പരിശോധിച്ചു. ജോത്സ്യൻ പറഞ്ഞു, സാറ് ക്രിസ്ത്യാനിയാണെങ്കിലും ക്ഷേത്രത്തിന്റെ ചെയർമാനാണല്ലോ. ആ ക്ഷേത്രത്തിന് മേൽക്കൂര ഒരു ദ്വാരം വേണ്ടിയിരിക്കുകയാണ്. ആ ദ്വാരത്തിനകത്ത് വെള്ളം വന്നിട്ട് ഹനുമാന്റെ തടി വിഗ്രഹത്തിന്റെ തള്ള മൂന്നാമത്തെ വിരൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവന്റെ കാലിൽ പറ്റിയിരിക്കുന്നത്. ഈ ചോർച്ച പരിഹരിച്ചാൽ ഇവന്റെ കാൽ സുഖമാകുന്നത്. ഞങ്ങൾ അടിച്ചുവിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി, ഞാൻ പുറത്ത് നിന്നിട്ട് അകത്ത് കയറി നോക്കാൻ പോകും. അകത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഈ മേളിലൊരു ചോർച്ചയാണ്,
അത് മൂന്നാമത്തെ തടിയുടെ വിഗ്രഹത്തിന്റെ വിരൽ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇയാളുടെ കാൽ കുഴപ്പം. അപ്പൊ ഞാൻ പറഞ്ഞു ഓല മേഞ്ഞ് ഇതങ്ങ് മാറ്റിയിട്ട് ചെമ്പ് തകടങ്ങ് വിരിക്കാൻ പറഞ്ഞു. പിന്നെ ചോർച്ച ഉണ്ടാവില്ലല്ലോ. ശരി, പരിഹരിച്ചു. ഇയാളുടെ കാല് സുഖമായി, ഒരു മരുന്നും ഇല്ലാതെ കാല് സുഖമായി. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവം അവിടുത്തെ മുഴുവൻ SI ട്രെയിനീസ് ചികിത്സാ രംഗത്തും കൈവച്ചു 150 പേര് കണ്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഈ ഇയാളോട് പറഞ്ഞു നമുക്ക് ഈ തടി വിഗ്രഹം മാറ്റാം, ഇനി ചെമ്പിനും നാളെ കരുത്ത് ഉണ്ടാകിയില്ല. അപ്പൊ ഞങ്ങള് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മെയിൻ പൂജാരി പോയി കണ്ടു. ഞാൻ പറഞ്ഞു അങ്ങേക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് അധികാരമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, അങ്ങനൊന്ന് സാധിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ഹനുമാന്റെ വിഗ്രഹം, മെറ്റാലിക് വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം തന്നെ ഒന്ന് പ്രദർശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ തടി വിഗ്രഹം തടി വിഗ്രഹം നിങ്ങൾ വേറെ എനിക്ക് ദോഷമാണ്, അത് കുഴപ്പമൊന്നുമില്ല, ക്ഷേത്രത്തിനകത്തൊരു സ്ഥലത്തെയാണ് അത് വെച്ചോളാം. അങ്ങനെ അദ്ദേഹം ഈ തടി വിഗ്രഹം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ കൺട്രോളിലുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, ഏത് ക്ഷേത്രമാണ് എനിക്ക് അറിഞ്ഞൂടാ, കൊണ്ടുവച്ചു. അച്ഛൻ ഇവിടെ മെറ്റാലിക് വിഗ്രഹമാക്കി, നോ പ്രോബ്ലം. അപ്പൊ 150 SIമാരും അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അനുഭവിച്ചൊരു കാര്യമാണ്, ഒരു സ്പിരിച്വൽ മാറ്റർ. ദൈവത്തിന്റെ വിരലുകൾ പൊടിഞ്ഞപ്പോ അതേ വിരൽ ഈ ഹെഡ് കോൺസ്റ്റബിളിന് പൊടിയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് ഒരു പ്രശ്നം വന്നു. ഞാൻ വിചാരിച്ചടാ ഇതൊന്നും ഇതേ ദിവസം ചോദിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയർമാൻ ആയിരുന്ന സ്ഥലത്തെ ദേവന്റെ ഇതിനൊരു പരിക്ക് പറ്റിയെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ വേറെ ആർക്കെങ്കിലും സംഭവിക്കും. അദ്ദേഹം പറഞ്ഞു അങ്ങിപ്പോ 7.5 കണ്ട ശരിയിലാണ്, അങ്ങനൊക്കെ അങ്ങേക്കൊരു 3 മാസം കഴിയും ഭയങ്കര പ്രശ്നം വരുന്നു. ഞാൻ പറഞ്ഞു മരണമല്ലോ ഉണ്ടാവും. മരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ സർവീസിനെ വലിച്ചൊലയ്ക്കാൻ പോവാണ്. അതെന്തായിരുന്നു എന്തോ അതെന്തായിരുന്നു വിഷയം? എന്നെ PTC പ്രിൻസിപ്പളായിട്ട് മാറ്റാൻ വേണ്ടി ഭയങ്കര പ്രശ്നം ഉണ്ടായി. അവസാനം ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സീനിയേഴ്സ് 3 DIGമാരാണ് എനിക്കത് ആഘോഷിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നത്. ഞാൻ നേരെ മസൂദ് സാറേ 3 DIGമാരും എല്ലാം കൂടി എനിക്കത് ആഘോഷിക്കുകയാണ്, എനിക്ക് ഈ പദവി വേണ്ട, സർവീസിനകത്തുള്ള വഴക്കൊന്നും വേണ്ട സാർ, എന്നെ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിടിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്പെഷ്യൽ സെല്ലിൽ കൊണ്ടുവച്ച് SP ആയിട്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി, താങ്കള് SP ആയിരുന്നു ലാ ആൻഡ് ഓർഡറിൽ, DIG ആയിട്ട് ലോ ആൻഡ് ഓർഡറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അതിന്റെ ഉയർന്ന പദവികളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരിക്കലും ലോ ആൻഡ് ഓർഡറിൽ ജോലി ചെയ്ത് കണ്ടിട്ടില്ല. ഈ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ താങ്കളുടെ ഒരു വിശ്വാസിയായ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരു പിന്നെ ഒരു പുരോഹിതന്റെ മനസ്സും അത്തരത്തിലുള്ള മാനസികമായ നിലപാടുമൊക്കെ ഉള്ള ഒരാൾക്ക് പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണോ ലോ ആൻഡ് ഓർഡറിൽ താല്പര്യം കാണിക്കാതിരുന്നത്? അതായത് 1990 ഞാൻ എറണാകുളം പോലീസ് കമ്മീഷണർ. അപ്പൊ ആ വർഷം പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വരികയാണ്. അപ്പൊ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. പക്ഷെ ഗസ്റ്റായിട്ട് വിളിച്ച് നോട്ടീസൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്തോളൂ കമ്മീഷണർ സ്ഥാനത്ത്. മട്ടാഞ്ചേരി പ്രശ്നം ഗവൺമെന്റ് ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ പരിഹരിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ എന്നെ അവിടുന്ന് മാറ്റി. അവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കൊണ്ടുവന്നു. പാർട്ടിയുടെ ഒരു നേതാവിനെ എറണാകുളത്തെ മാസ്റ്റർ പാർട്ടിയുടെ ഒരു സെക്രട്ടറിയുടെ അളിയനെ പകരം കമ്മീഷനായിട്ട് കൊണ്ടുവന്നു. ശരി. അപ്പൊ അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. ഈ ഇലക്ഷനില് 14-ൽ 13 ഡിസ്ട്രിക്റ്റും ഇടതുപക്ഷ മുന്നണി നമ്മുടെ ജില്ലാ കൗൺസിൽ ജയിച്ചു. അപ്പോ ഇപ്പൊ തന്നെ ഇലക്ഷൻ വെച്ച 5 കൊല്ലം കൊണ്ട് കിട്ടും. ഇലക്ഷൻ പ്രഖ്യാപിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോ രാജീവ് ഗാന്ധി വെടിവെച്ചു നമ്മുടെ ശ്രീപെരുമ്പൂർ ബോംബ് പൊട്ടി മരിച്ചു. അപ്പൊ സഹതാപ തരംഗമുണ്ടായി. 14-ൽ 13 ജില്ലയിൽ ജയിച്ചു വന്നിരുന്ന LDF ഇലക്ഷൻ കഴിഞ്ഞപ്പോ തിരിഞ്ഞു 93 സീറ്റോടുകൂടി UDF ഭരണത്തിൽ വന്നു. അപ്പൊ ഈ പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ് വരുവാണ്. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഇടേ ഞാൻ നിങ്ങൾ എന്നെ കമ്മീഷനായിട്ടല്ലേ വിളിച്ചത്, ഞാനിപ്പോ കമ്മീഷനല്ലല്ലോ, അപ്പൊ ഞാൻ പറയണോ? അവരോട് ഞാൻ സാറ് വരണം, സാറ് കമ്മീഷനാണില്ല അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചത്, ക്ഷണിച്ചോ വരണം, കമ്മീഷൻ ഞങ്ങൾ വേറെ വിളിച്ചോളാം. ഞാൻ പോലീസ് അസോസിയേഷൻ മീറ്റിങ്ങിനായിരുന്നു. ഒറ്റ മനുഷ്യനില്ല. കാരണം നുകം വെക്കുന്നത് കാളയാണോ തീരുമാനിക്കുന്നത്, നുകം എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് അസോസിയേഷനെതിരെ K. കരുണാകരൻ ഒരു പ്രസംഗം നടത്തിയായിരുന്നു ഈ ഇലക്ഷന് മുമ്പ്. നുകം വെക്കുന്ന കാളയല്ല തീരുമാനിക്കേണ്ടത് എങ്ങനെ വെക്കണോ. അപ്പൊ ഈ അസോസിയേഷനെ ചിലപ്പോ കരുണാകരൻ കൈകാര്യം ചെയ്യുന്ന സംശയമുണ്ടായി. അപ്പൊ രാഷ്ട്രീയക്കാരും വന്നില്ല, ഇടതുപക്ഷക്കാർ വന്നില്ല, UDF വന്നില്ല, ഒറ്റ പോലീസ് ഉദ്യോഗസ്ഥനില്ല. കാരണം കരുണാകരൻ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് വിചാരിച്ചിട്ട്
ഒറ്റ പോലീസ് ചെന്ന് ചാടിയപ്പോണ്ടല്ലോ ആകെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ വന്ന് സാർ ഉദ്ഘാടനം ചെയ്യണം. ഞാൻ വളരെ അങ്ങനെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ഞാൻ അങ്ങനെ ഉദ്ഘാടനം സാറേ ആരും ഇല്ല സാറേ ആരും വരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കസേരയ്ക്ക് വേണ്ടി കളിക്കാൻ ഞാൻ സർവീസിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് വേണ്ട. അന്നവിടെ ഒരു പരസ്യമായ എനിക്ക് പ്രഖ്യാപനം DGP ആവണ്ട, ലോ ആൻഡ് ഓർഡർ DGP ആവണ്ട. അതിനുവേണ്ടി ഓരോരുത്തർ കാണിക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, എനിക്ക് വേണ്ട ഞാൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ചോദിച്ചതേ ഇല്ല. പക്ഷേ എനിക്ക് DIG പ്രൊമോഷൻ വന്നപ്പോൾ ഞാൻ അറിയോ ചോദിക്കോ കാണാതെ AK അന്ന് എന്നെ പിടിച്ച് നോർത്തേൺ റേഞ്ചിന്റെ DIG ആക്കി. ശരി. 3 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വന്നു, LDF തിരിച്ചു വന്നു. അപ്പോഴേ അവിടെ നിന്ന് മാറ്റി. മനസ്സിലാവുന്നില്ല. പിന്നെ ആ വഴിക്ക് പോയിട്ട് പിന്നെ പോയിട്ടേ ഇല്ല. അതായത് എന്റെ 33 വർഷത്തെ സർവീസിൽ എനിക്ക് ആകെ ലോ ആൻഡ് ഓർഡർ കിട്ടിയത് 3 വർഷമാണ്. അത്രേ ഉള്ളൂ. കണ്ണൂര്, കോഴിക്കോട്, നമ്മുടെ എറണാകുളം കമ്മീഷൻ, കോട്ടയം SP ആയിട്ട് 5 മാസം, എറണാകുളം കമ്മീഷൻ 5 മാസം, കണ്ണൂർ SP ആയിട്ട് മാത്രം എനിക്ക് ഒരു കൊല്ലവും 6 മാസം കിട്ടി. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള അന്വേഷണ രീതികള് കമ്മീഷണർക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ആർക്കും ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് 33 കൊല്ലം കൊണ്ട് 32 ട്രാൻസ്ഫർ കിട്ടി. 33 years 32 ട്രാൻസ്ഫർ. എന്റെ മൂത്ത മോള് 10ാം ക്ലാസ് പാസ്സാവുന്ന 10ാമത്തെ സ്കൂളിൽ 10 years 10 different schools മോള് പഠിക്കുന്നത്.